കേസുകളുടെ പേരിൽ പിടിച്ചിടുന്ന വാഹനങ്ങളോട് തെല്ലും ഉത്തരവാദിത്തമില്ലാത്ത തലസ്ഥാനത്തെ പോലീസ് അനധികൃതമായി എംസാൻഡ് കടത്തിയെന്നാരോപിച്ച് കസ്റ്റഡിയിലെടുത്ത ലോറി തിരികെ എടുക്കാൻ ഉടമയെത്തിയപ്പോൾ ബാറ്ററി അടക്കം സാമഗ്രികൾ വാഹനത്തിലില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിസരമാകെ സാമൂഹിക വിരുദ്ധരുടെ താവളമായി കഴിഞ്ഞെന്നുകൂടി ഞങ്ങൾ കണ്ട ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. പാറശാലയിൽ നിന്ന് എംസാൻഡ് കയറ്റിയെത്തുമ്പോൾ കഴിഞ്ഞ 16-ന് പുലർച്ചെയാണ് മ്യൂസിയം പോലീസ് ലോറി പിടികൂടിയത്. പതിവ് പോലെ സ്റ്റേഷന്റെ പരിസരത്തെ ഡംപിംഗ് യാർഡിലേക്ക്. യാർഡെന്നാൽ ഈ പൊതുവഴി. സ്റ്റേഷനിൽ നിന്ന് ഒന്നെത്തി നോക്കിയാൽ കാണാവുന്ന ഭാഗം. പക്ഷേ കളക്ടറേറ്റിൽ കയറിയിറങ്ങി ഹിയറിംഗും പൂർത്തിയാക്കി 5000 രൂപ പിഴയൊടുക്കി ഉടമ ലോറി എടുക്കാൻ എത്തിയപ്പോൾ വണ്ടി 1 ഇഞ്ച് അനങ്ങില്ല. കാരണം ബാറ്ററിയില്ല. വിദഗ്ധമായി അഴിച്ചെടുത്തതാണെന്ന് കാണാം. ലോറിക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന സ്പെയർ ടയർ കാണാനില്ല. നട്ടിട്ട് മുറുക്കി സൂക്ഷിക്കാനുള്ള സെറ്റ് അപ്പാടെ ഇളക്കിയെടുത്തിരിക്കുകയാണ്. ഉള്ളിലെ ഡാഷ്ബോർഡ് കുത്തി തുറന്നിട്ടുണ്ട്. പുറത്തതിന്റെ ഇന്ധന ടാങ്ക് തുറന്നു കിടക്കുന്നു. ഡീസൽ ഊറ്റിയെടുക്കാൻ ഹോസ് ഇട്ടത് എടുത്തു മാറ്റിയിട്ട് പോലുമില്ല. വിവരം അറിയിച്ചപ്പോൾ പോലീസുകാരുടെ പ്രതികരണം തണുപ്പനായിരുന്നു. പോലീസിൽ പറഞ്ഞു അവർക്കറിയില്ല, അവർ പറഞ്ഞു ഇങ്ങനെ വേണമെങ്കിൽ എടുത്തോണ്ട് പോ, എഴുതി വെച്ചിട്ട് എടുത്തിട്ട് പോകുന്നു പറഞ്ഞു. തുടർന്നുള്ള പരിശോധനയിൽ പോലീസ് ഇവിടെ പിടിച്ചിട്ടുള്ള ഏതാണ്ട് എല്ലാ വാഹനങ്ങളുടെയും അവസ്ഥ സമാനമാണെന്ന് ഞങ്ങൾ കണ്ടു. ഊരിയെടുക്കാൻ കഴിയുന്ന ഭാഗങ്ങളൊന്നും ഒരു വണ്ടിയിലും അവശേഷിച്ചിട്ടില്ല. എന്നാൽ പോലീസ് സ്റ്റേഷന്റെ മുറ്റം പോലെയുള്ള ഈ ഭാഗത്ത് കിടന്ന ലോറി ഏതാനും ദിവസം കൊണ്ട് ഇങ്ങനെ വെളുപ്പിച്ചെടുക്കുന്നത് പോലീസുകാരും അറിയാതെയാകുമോ? എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ലല്ലോ. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ടയറില്ല, ഡീസലും ഡീസൽ പോലും എടുത്തിരിക്കണല്ലോ. ഇനി ഇതിനൊപ്പം കൂട്ടിവായിക്കേണ്ട ചില കാഴ്ചകൾ കൂടി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കാണാൻ. മ്യൂസിയത്തിലേക്കും കനകക്കുന്നിലേക്കുമായി സ്കൂൾ കുട്ടികളടക്കം ആയിരക്കണക്കിന് പേർ ദിനംപ്രതി കടന്നു പോകുന്നത് ഈ പരിസരത്തു കൂടിയാണ്. ഓണദിനങ്ങൾ കൂടി എത്താനിരിക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ. പെറ്റി കേസുകൾക്കായി നഗരമാകെ പായുന്ന പോലീസുകാരിൽ ഒരു കൂട്ടരെയെങ്കിലും ഈ ഭാഗത്ത് നിയോഗിച്ചാൽ നല്ലത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.